ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ബൈ നൗ പേ ലേറ്റർ. പട്ടാമ്പി പൊതുശ്മശാനം തുറക്കാൻ ഇനിയും നടപടിയായില്ല. പ്രതിഷേധത്തിനും സമരങ്ങൾക്കും ശേഷം ജില്ലാ കളക്ടറുടെ ഉത്തരവും MLA ഫണ്ടും ലഭിച്ചിരുന്നു. 2 മാസത്തിനകം പൊതുശ്മശാനം ആരംഭിക്കുമെന്നായിരുന്നു നഗരസഭ അധികൃതരുടെ വാഗ്ദാനം. പട്ടാമ്പിക്കാരുടെ ഏറെക്കാലത്തെ ആവശ്യമാണ് പൊതുശ്മശാനം. പട്ടാമ്പി നമ്പ്രം റോഡിൽ 2012 ആധുനിക വാതക ശ്മശാനം തുറക്കാൻ ശ്രമിച്ചെങ്കിലും പ്രദേശവാസികളുടെ പരാതിയെ തുടർന്ന് പദ്ധതി മുടങ്ങി. ഇവിടെ വാതക ശ്മശാനത്തിൻ്റെ ചില ഉപകരണങ്ങൾ സ്ഥാപിച്ചിട്ടുമുണ്ട്. പിന്നീട് കോടതി നിർദ്ദേശപ്രകാരം ജില്ലാ കളക്ടർക്ക് അനുമതി നൽകുകയും മുഹമ്മദ് മൂസിൻ MLAയും VK ശ്രീകണ്ഠൻ MPയും ഫണ്ട് അനുവദിക്കുകയും ചെയ്തു. 2 മാസത്തിനുള്ളിൽ ശ്മശാനം പ്രവർത്തനം ആരംഭിക്കുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ O. ലക്ഷ്മിക്കുട്ടി പറഞ്ഞിട്ട് മാസങ്ങൾ പിന്നിട്ടിട്ടും പദ്ധതി ആരംഭിക്കാൻ കഴിഞ്ഞില്ല. പട്ടാമ്പി നഗരസഭയുടെ കീഴിലുള്ള പൊതു ശ്മശാനം ഇതുവരെ അതിൻ്റെ പ്രവർത്തനമോ കാര്യങ്ങളോ ഇതുവരെ തുടങ്ങാൻ വേണ്ടി സാധിച്ചിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട അധികൃതരോട് സംസാരിക്കുന്ന സമയത്ത് ചോദിച്ച സമയങ്ങളിലെല്ലാം അതിൻ്റെ എല്ലാ ഭരണാനുമതികളും കളക്ടറുടെ ഭാഗത്തുനിന്നും എല്ലാ ഭാഗത്തും കേസൊക്കെ ഒഴിവായി ഭരണാനുമതി ലഭിച്ചതാണ്. അതിനുള്ള ഫണ്ടും നമുക്ക് ലഭിച്ചതാണ്. പക്ഷേ ഇന്നും എന്താണ് തടസ്സമെന്ന് അതിൻ്റെ ആധികാരികപ്പെട്ട ആൾക്കാർ പുറത്ത് പറയുന്നില്ല. ഇന്ന് വരും നാളെ വരും എന്ന് പറഞ്ഞു പോവുകയാണ്. വലിയൊരു ജനസമൂഹത്തിൻ്റെ ഒരു അവകാശം കൂടിയാണ് ശ്മശാനം എന്നുള്ളത്. തുടങ്ങാനുള്ള ബുദ്ധിമുട്ട് എന്ന് ഈ സമയത്ത് വ്യക്തമാക്കണം. ഇല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ശക്തമായ പ്രതിഷേധം ഞങ്ങൾ നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഭാരതപ്പുഴയോരത്തെ ശ്മശാനത്തിൽ കർമ്മങ്ങൾ ചെയ്യാനുള്ള സൗകര്യമുണ്ട്. വാതക ശ്മശാനമാണ് സജ്ജമാക്കുന്നത്. അനുബന്ധ ഉപകരണങ്ങൾ, ശുചിമുറി, പാർക്കിംഗ് എന്നിവ സജ്ജമാക്കാനുണ്ട്. നിലവിൽ പട്ടാമ്പി മേഖലയിലുള്ളവർ ഷൊർണൂർ, ചെറുതുരുത്തി എന്നിവിടങ്ങളിലെ ശ്മശാനങ്ങളാണ് ശവസംസ്കാരത്തിന് ആശ്രയിക്കുന്നത്. പട്ടാമ്പിയിൽ പൊതുശ്മശാനം പ്രവർത്തനം ആരംഭിക്കുന്നതോടെ ശവസംസ്കാരത്തിനും മരണാനന്തര കർമ്മങ്ങൾക്കും ദൂരസ്ഥലങ്ങളിലേക്ക് പോകേണ്ടി വരില്ല. .view ന്യൂസ്. കാഴ്ചകളാണ് ലോകം. കണ്ടു തുടങ്ങുക.